Welcome all, I'm sumi.makeupartist. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സോഫ്റ്റ് HD ഗ്ലാം ലുക്കിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വിത്ത് സീക്രറ്റ്സ് ഓഫ് ലോങ് ലാസ്റ്റിക് ലുക്കിൻ്റെ എല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് വാച്ച് ടിൽ ദി എൻഡ് സോ യു ക്യാൻ ഗെറ്റ് മോർ ഇൻഫർമേഷൻ. സോ മേക്കപ്പിൻ്റെ ഫസ്റ്റ് 10 ക്ലെൻസിങ് ആണ്. ഇവിടെ ഞാൻ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്റ്റർ ഗാർണിയർ വാട്ടർ ആൻഡ് കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലുള്ള പോർസ്, കോർണർ ഓഫ് ദി നോസ് എല്ലാ ഏരിയയും കവർ ചെയ്ത് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. ഇതാണ് മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഹൈഡ്രേറ്റ് യുവർ സ്കിൻ ഇസ് എ സെക്കൻഡ് സ്റ്റെപ്പ്. നിങ്ങളുടെ സ്കിൻ കോമ്പിനേഷൻ ഒരു ഓയിലി ആണെങ്കിൽ വാട്ടർ ബേസ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിൻ ഡ്രൈ ഓർ നോർമൽ ആണെങ്കിൽ ലോഷൻ ബേസ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഹിയർ ഐ എം യൂസിങ് വാട്ടർ ബേസ് മോയ്സ്ചറൈസർ ബിക്കോസ് mine is combination skin. So I'm just apply all over my face. Then I just use my fingers to massage to make sure that the moisturizer get into the skin. Next we have to use primer. നമ്മൾ എന്തിനാ പ്രൈമർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള പോർസ് ഒക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമർ യൂസ് ചെയ്യുന്നു. നമ്മുടെ സ്കിൻ ഓയിലിയർ കോമ്പിനേഷൻ ആണെങ്കിൽ സിലിക്കോൺ ബേസ് യൂസ് ചെയ്യുക. അതർവൈസ് ഡ്രൈ ആൻഡ് നോർമൽ ആണെങ്കിൽ സിലിക്കോൺ ബേസ് അല്ലാത്ത പ്രൈമർ യൂസ് ചെയ്യുക. പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ റബ് ചെയ്യരുത്, ജസ്റ്റ് ടാപ്പ് ആൻഡ് പ്രസ് ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി. Concentrate on your T-zone first, then go for U-zone. Always remember to apply minimal product. As a third step, color corrector. എന്തിനാണ് കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഫേസിലെ എല്ലാ ഭാഗവും സെയിം ഈവൻ ടോൺ ആയിട്ട് ഉണ്ടാകത്തില്ല. സോ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. വാട്ട് ഈസ് പിഗ്മെൻറ്റേഷൻ? കളർ ചേഞ്ച് ഉള്ള പ്ലേസിലൊക്കെ നമ്മൾ കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നത്. ഹിയർ ഐ എം ടേക്കിംഗ് എലഗൽ ഓറഞ്ച് കളർ കറക്റ്റർ, വെരി മിനിമലി യൂസിങ്. Then I just apply. Here I am using dry blender to remove extra product. Next is concealing method. Concealing methodൽ കുറേ മെത്തേഡ്സ് ഉണ്ട്. ടുഡേ ഐ എം യൂസിങ് അഡ്വാൻസ് കൺസീലിംഗ് മെത്തഡ്. ഞാൻ ഫുൾ ഫേസും കൺസീലിംഗ് ചെയ്യാൻ പോവാണ്. സോ നമ്മളുടെ അണ്ടർ ഐ വേറെ കളർ ടോൺ ആയിരിക്കും, നമ്മുടെ ചീക്സ് വേറെ കളർ ടോൺ ആയിരിക്കും, നമ്മുടെ കോർണർ ഓഫ് ദി ഫോർഹെഡ് വേറെ കളർ ആയിരിക്കും. സോ ഒരു ഭാഗം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ ചീക്സിൻ്റെ മെർജാകുന്ന കൺസീലിംഗ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സെയിം ടൈം എൻ്റെ അണ്ടർ ഐ എടുക്കുമ്പോൾ എൻ്റെ അണ്ടർ ഐയിൽ മാച്ചാകുന്ന കൺസീലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ദാറ്റ് ഞാൻ ഫുൾ ഫേസും ഈ മെത്തേഡ് യൂസ് ചെയ്ത് ഫുൾ ഫേസ് ഞാൻ കൺസീലിംഗ് ചെയ്യാൻ പോകുന്നു. മെർജാകുന്ന ആ കൺസീലർ യൂസ് ചെയ്ത് എൻ്റെ ഫുൾ ഫേസ് ഞാൻ കൺസീലിംഗ് ചെയ്യുന്ന വളരെ മിനിമലായിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ യൂസിങ് ദി പ്രോഡക്റ്റ്, make sure you are using the dry blender to remove extra product. After this step, MACൻ്റെ setting spray യൂസ് ചെയ്യുന്നു ബിക്കോസ് ഞാനൊരു 10 minutes സമയം കൊടുക്കുന്നുണ്ട് ബിക്കോസ് ടു അബ്സോർവ് ഇറ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഫൗണ്ടേഷൻ. നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ഓൾവേസ് റിമെമ്പർ ടു യൂസ് ഓൺലി 4 drops. നമ്മുടെ നെക്ക് ഏരിയ, ഫേസ് എല്ലാം കവർ ചെയ്ത് 4 drops മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഫൗണ്ടേഷൻ ഒന്നില്ലെങ്കിൽ നമ്മളുടെ സ്കിൻ ടോണിൽ മെർജാകുന്നത് യൂസ് ചെയ്യാം ഫൗണ്ടേഷൻ ഷെയ്ഡ്. ഓർ 1 ടോൺ ബ്രൈറ്റർ ആയിട്ട് വേണമെങ്കിൽ 1 ടോൺ ബ്രൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ബട്ട് ഐ എം ഓൾവേസ് യൂസിങ് എൻ്റെ സ്കിൻ ടോണിൽ മെർജാകുന്ന കളർ ടോണാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ബിക്കോസ് 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടായിരിക്കും എൻ്റെ ഫൗണ്ടേഷൻ ഷെയ്ഡിന് ഞാൻ ചൂസ് ചെയ്യുന്നത്. നമ്മൾ ഫൗണ്ടേഷൻ അപ്ലിക്കേഷൻ ചെയ്തിട്ട് ഹാഫ് ഫേസ് ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുക. ഹാഫ് ഫേസിൽ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലിക്കേഷൻ ചെയ്തിട്ട് ദെൻ യൂസ് ദ ഫൗണ്ടേഷൻ ബ്രഷ് ടു കവർ ഓൾ മൈ ഫേസ്. ദെൻ ഓൺലി ഗോ ഫോർ ദ നെക്സ്റ്റ് ഹാഫ് ഓഫ് മൈ ഫേസ്. ബിക്കോസ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആകും. ബ്ലെൻഡ് ചെയ്യാൻ നമുക്ക് ഒന്നുകൂടി എന്താ പറയുക, ആ പാച്ചസ് അങ്ങനെ കാണും. സോ ടു അവോയ്ഡ് ദിസ്, make sure that always go for first half, then go for second half. Then always remember to use, നമ്മൾ creamy product യൂസ് ചെയ്യുമ്പോൾ never forget to use the dry blender. Here I am using PACയുടെ dry blender ആണ് യൂസ് ചെയ്യുന്നത് ബിക്കോസ് എക്സ്ട്രാ പ്രോഡക്റ്റ് ഒക്കെ നമ്മളുടെ അണ്ടർ ഐയിലുള്ള wrinkles എക്സ്ട്രാ പ്രോഡക്റ്റ് ഉണ്ടാവും. ദെൻ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളുടെ സ്കിൻ ഓൾറെഡി സ്വെറ്റിംഗ് ആകുമല്ലോ. ഇറ്റ്സ് വി ആർ ഹ്യൂമൻസ് റൈറ്റ്സ്. നമ്മൾ എന്തൊക്കെ മേക്കപ്പ് ചെയ്ത് കവർ ചെയ്താലും നമുക്ക് കുറച്ചൊക്കെ സ്വെറ്റ് ആകും. ടു അവോയ്ഡ് ദിസ്, ലോങ് ലാസ്റ്റിക് ആയിട്ടുള്ള മേക്കപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാ ക്രീമി പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടും വി ഹാവ് ടു മേക്ക് ഷുവർ വി ആർ യൂസിങ് ഡ്രൈ ബ്ലെൻഡർ. ഹൈലൈറ്റർ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഹൈലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഷെയ്ഡിലിരുന്ന് 2 ഷെയ്ഡ് ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് യൂസ് ചെയ്യുക. ഹിയർ ഐ എം യൂസിങ് റീകോഡിൻ്റെ ഹൈലൈറ്റർ ആണ്. അണ്ടർ ദി ഐ, എൻ്റെ ഫോർഹെഡ് ഏരിയ, ദെൻ സെൻറ്റർ ഓഫ് ദി നോസ്, അപ്പർ ലിപ്സ്, ലോവർ ലിപ്സ്, ഇവിടെയൊക്കെയാണ് ഹൈലൈറ്റിംഗ് ഏരിയ. ഓൾവേസ് റിമെമ്പർ ടു യൂസ് മിനിമൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. ദെൻ ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട്
ഓൾവേസ് റിമെമ്പർ ടു യൂസ് ഡ്രൈ ബ്ലെൻഡർ. PSCയുടെ ഡ്രൈ ബ്ലെൻഡർ വൺ ഓഫ് ദി ബെസ്റ്റ് ഡ്രൈ ബ്ലെൻഡർ ആണ്. ദെൻ ഡ്രൈ ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് എടുത്തരുത്. ജസ്റ്റ് അത് പ്രസ് ചെയ്ത് ടാപ്പ് മാത്രം ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് ഫുൾ വരത്തില്ല. ദെൻ എക്സ്ട്രാ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും. ബേക്കിംഗ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ PSC ലൂസ് പൗഡർ 05 ഷെയ്ഡാണ്. കോർണർ ഓഫ് ദ നോസിൽ നിന്ന് ഫോർഹെഡ് ഏരിയ വരെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അറ്റ്ലീസ്റ്റ് 10 minutes സമയമെങ്കിലും കൊടുക്കുക ടു അബ്സർവ് ഇറ്റ്. ദെൻ ആ ഗ്യാപ്പിൽ നമുക്ക് ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. സ്മോക്കി ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈലൈറ്റ് ആയിട്ട് ചൂസ് ചെയ്ത സെയിം കൺസീലിംഗ് തന്നെ ഐ ബേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ മിനിമലായിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു. സെയിം ടൈം എക്സ്ട്രാ പ്രോഡക്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈ ബ്ലെൻഡർ യൂസ് ചെയ്യുന്നു. ദെൻ നമ്മൾ യൂസ് ചെയ്ത സെയിം ലൂസ് പൗഡർ തന്നെ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നു ടു ലോക്ക് ദി ബേസ്. ദെൻ ഹിയർ ഐ എം യൂസിങ് ബ്രൗൺ കളേഴ്സ്. ലൈറ്റ് ബ്രൗൺ യൂസ് ചെയ്യുന്നു. ദെൻ ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്യുന്നു. നമ്മൾ ബ്രഷ് ചെയ്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് ലൈൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട വളരെ മിനിമലായിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. ഐ ഷാഡോ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്പുറത്തെ ലൈൻ എന്ന് പറയുന്നത് ഗ്രീസ് ലൈൻ ആണ്. ഗ്രീസ് ലൈനിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഡാർക്കായിട്ട് യൂസ് ചെയ്യാം. അപ്പുറത്തെ ഗ്രീസ് ലൈൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള ബ്രൗൺ കളേഴ്സൊക്കെ യൂസ് ചെയ്യാം. ദെൻ ഇതൊരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് നിങ്ങൾ പോവാം. ഡേ ബൈ ഡേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. സിമ്പിൾ ആൻഡ് ഈസിയാണ്. സോ go for it. To define my eye, I am using Maybelline Kajal. Maybelline Kajal is one of the best. നമ്മളിവിടെ സ്മോക്കി ബ്രഷ് യൂസ് ചെയ്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. സോ നമ്മൾ ആ ഡ്രാ ചെയ്ത ആ കാജലിലിരുന്ന് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ സ്മോക്കി ഐ നല്ല ഒരു ഫിനിഷിങ്ങിലേക്ക് കിട്ടും. ഓൾവേസ് റിമെമ്പർ ടു യൂസിങ് ദ മിനിമൽ പ്രോഡക്റ്റ് ആൻഡ് ഗുഡ് ബ്ലെൻഡ്. ഹിയർ ഐ എം ടെല്ലിങ് ദ ഗോൾഡൻ റൂൾ ഓഫ് ദി മേക്കപ്പ്. Here is no rules in makeup. Yes, മേക്കപ്പിൽ റൂൾസ് ഇല്ല. സോ നമ്മൾ ലോങ് ലാസ്റ്റിക് ആയിട്ട് വേണമെന്നെങ്കിൽ എല്ലാം സെയിം മെത്തേഡാണ്. ക്രീമി പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഡ്രൈ ബ്ലെൻഡർ യൂസ് ചെയ്യുക. പൗഡർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ പൗഡർ ബ്രഷ് യൂസ് ചെയ്ത് എക്സ്ട്രാ പ്രോഡക്റ്റ് റിമൂവ് ചെയ്യുക. ദെൻ ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. ഗുഡ് ടെക്നിക്, മിനിമൽ പ്രോഡക്റ്റ് ആൻഡ് ഗുഡ് ബ്ലെൻഡിങ് ആണ് മേക്കപ്പിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്. ഫോർ ഫുള്ളർ ലാഷസ് ഹിയർ ഐ എം യൂസിങ് Maybelline mascara. It makes your eye define super well. Kajal and mascara from Maybelline is the best. നമ്മൾ ഐ മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഐ ഷാഡോ കളേഴ്സ് ആയിക്കോട്ടെ, ഗ്ലിറ്റേഴ്സ് ആയിക്കോട്ടെ, എല്ലാം നമ്മളുടെ ഒരു മൈൻഡിലുള്ള പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കളർ തിയറിയാണ്. നമുക്ക് ഓപ്പോസിറ്റ് കളേഴ്സ്, കോൺട്രാക്ട് കളേഴ്സ് യൂസ് ചെയ്യാം. സോ ഐ എം ജസ്റ്റ് യൂസിങ് സിൽവർ ഗ്ലിറ്റേഴ്സ് ഹിയർ സെൻറ്റർ ഓഫ് ദി ഐ ടു മേക്ക് ദി ഫുള്ളർ സോഫ്റ്റ് ഗ്ലാം സ്മോക്കി ഐ ലുക്ക്. നമ്മളുടെ മേക്കപ്പിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ബ്ലഷാണ്. സോ ഹിയർ ഐ എം ടേക്കിംഗ് ക്രൈലോൺ പാലറ്റ്. ലൈറ്റായിട്ടുള്ള പിങ്കാണ്. വളരെ ലൈറ്റായിട്ടുള്ള പിങ്ക് യൂസ് ചെയ്ത് എൻ്റെ ചീക്സിലിരുന്ന് ഫോർഹെഡിൻ്റെ ജസ്റ്റ് എബോവ് വരെ ഞാൻ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നു ലൈക്ക് ദിസ്. ആസ് ഐ എം സെയിങ് പൗഡർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു യൂസ് ദ പൗഡർ ബ്രഷ് ടു റിമൂവ് എക്സ്ട്രാ പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് ദ റൂൾ. നെവർ ഫോർഗെറ്റ്, ഓൾവേസ് റിമെമ്പർ ടു യൂസ്. നമ്മളുടെ ഫേസ് ഒന്നുകൂടെ സ്ട്രക്ചറായിട്ടുള്ള, അതുപോലെ നമ്മളൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കോൺടൂർ മെത്തേഡ്. കോൺടൂർ ചെയ്യുമ്പോൾ നമ്മളുടെ നോസിലിരുന്ന് നമ്മളുടെ ഇയറിൽ നിന്ന് 1 ലൈൻ ഫുൾ നമ്മൾ ഡ്രോ ചെയ്യുന്നുണ്ട്. സെയിം ലൈക്ക് ദാറ്റ് നമ്മളുടെ ജോ ലൈനിൽ നമ്മളുടെ ഷെയ്ഡിലിരുന്ന് 3 or 4 ഷെയ്ഡ് ഡാർക്കായിട്ടുള്ള കളറാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന NYXൻ്റെ കോൺടൂർ പാലറ്റാണ്. ദെൻ ഫോർഹെഡ് ഏരിയ, ദെൻ നമ്മുടെ നോസിൽ 2 ലൈൻസ് നമ്മൾ ഡ്രോ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഫേസ് ഒരു ഇല്യൂഷൻ പോലെ, ഒരു സ്ട്രക്ചറായിട്ടുള്ള ഒരു ഫേസ് പോലെ നമ്മളൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ എല്ലാ ഫേസിനും കോൺടൂർ നെസസറി അല്ല. ഡബിൾ ചിൻ ഉള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ജോ ലൈനൊക്കെ ഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ കോൺടൂർ ഈസ് വെരി വെരി നെസസറി ഫോർ ദം. ചില ആൾക്കാർക്ക് നോസ് ഒന്നുകൂടെ വൈഡായിട്ടുണ്ടാകും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 2 ലൈൻസ് ഡ്രോ ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ ചെറിയ ബ്രഷ് യൂസ് ചെയ്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. കോൺടൂർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ലൈൻസ് ആയിട്ട് അപ്ലൈ ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാൻ നോക്കുക. യൂസിങ് ദ കറക്റ്റ് ബ്രഷസ് ആൻഡ് യൂസിങ് ദ കറക്റ്റ് ടെക്നിക് മേക്ക് യുവർ ഹോൾ ലുക്ക് ഫാൻറ്റാസ്റ്റിക്. Above my cheeks, forehead area, center of the nose, upper lip, lower lip, ഇറ്റ്സ് ഓൾ ഓർ മൈ ഹൈലൈറ്റ് ഏരിയ. ഞാൻ ഒന്നുകൂടി ഡിഫൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നു. മേക്ക് ഷുവർ ദാറ്റ് യൂസ് ദ കറക്റ്റ് ഷെയ്ഡ് ഓഫ് ദി ഹൈലൈറ്റ്.